ഓക്കെ, ഇനിയും 308 കിലോമീറ്റേഴ്സ്. ചേച്ചി, ഞാൻ അവിടെ എന്തേ വെച്ച് മറന്നു പോയിനാ? ഒന്നുമില്ലാലോ? ഓക്കെ ഓക്കെ. അല്ലാ, മസിൽ കയറി. എൻജിൻ ലൈറ്റ് കത്തുന്നുണ്ടല്ലോ. എൻജിൻ ലൈറ്റ് അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ട് കത്തുന്നതല്ല. ഇതിനിങ്ങനെ ഒരു അസുഖമുണ്ട്, വെറുതെ എൻജിൻ ലൈറ്റ് കത്തുക. എന്തോ സെൻസറിൻ്റെ എന്തോ പ്രശ്നമാണ്. വെള്ളമൊക്കെ നനഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ വെറുതെ കത്തും. ഒരുപാട് തവണ കാണിച്ചതാണ് എൻജിൻ ലൈറ്റിൻ്റെ ഈ ഒരു ഇഷ്യൂ. സോ ഹലോ ഗായ്സ്, ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് എൻ്റെ ഒരു ഡ്രീം ഡെസ്റ്റിനേഷനിലോട്ടാണ്. ഡ്രീം ഡെസ്റ്റിനേഷൻ എന്നൊക്കെ പറയുമ്പോൾ അതൊരുപാടുണ്ട്. സോ വൺ ഓഫ് ദ മെയിൻ ഡ്രീം ഡെസ്റ്റിനേഷനിലോട്ടേക്കാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം 1 to 2 വീക്സോളം നീണ്ടു നിൽക്കുന്നൊരു ട്രിപ്പാണ്. യെസ്, മഹാരാഷ്ട്രയിലോട്ടേക്കാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. മഹാരാഷ്ട്ര സഹ്യാദ്രി ട്രിപ്പ്. ഏകദേശം 2-3 വർഷത്തോളമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു ട്രിപ്പാണിത്. മഹാരാഷ്ട്ര ആ ഒരു സഹ്യാദ്രി ഏരിയയൊക്കെ പറ്റുന്നത് പോലെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യണമെന്ന്. ഞാൻ ശരിക്കും നല്ല രീതിയിലൊന്ന് റിസർച്ച് ചെയ്ത് നോക്കിയപ്പോൾ ഒരാഴ്ച കൊണ്ടോ 1.5 ആഴ്ച കൊണ്ടോ മുഴുവനായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഒരു സ്പോട്ടല്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കുള്ള സമയം പരിമിതമാണ്. സോ പരിമിതമായിട്ടുള്ള സമയത്തിനകത്ത് വെച്ച് പറ്റുന്നത്ര എക്സ്പ്ലോർ ചെയ്യാമെന്നാണ് പ്ലാന്. ഐറ്റിനറിയൊക്കെ ഞാൻ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ ചെറിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഐറ്റിനറി ക്രിയേറ്റ് ചെയ്ത് വെച്ച ഡയറി അത് ഞാൻ എടുത്തില്ല. പക്ഷേ കുഴപ്പമില്ല, ചാറ്റ് ജി പി ടിയിൽ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ അതിനേക്കാളും കുറേ കൂടെ അടിപൊളി ഐറ്റിനറി ആയിരുന്നു ചാറ്റ് ജി പി ടി ഒക്കെ റെഫർ ചെയ്തുകൊണ്ട് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു കസ്റ്റം ഐറ്റിനറി. പക്ഷേ ഞാൻ ഡയറിയിൽ എഴുതി വെച്ച ആ ഒരു ഐറ്റിനറി എനിക്ക് ആ ഒരു ചാറ്റ് ജി പി ടി നോക്കിക്കഴിഞ്ഞാൽ കുറച്ചൊക്കെ എനിക്ക് ഓർമ്മ വരും. അപ്പോൾ അത് വെച്ചാണ് ഞാൻ പോകാൻ ഉദ്ദേശിക്കുന്നത്. സോ എൻ്റെ നാട്ടിൽ നിന്ന് ഞാൻ പുറപ്പെട്ടിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 87 കിലോമീറ്റർ കഴിഞ്ഞു. 87 കിലോമീറ്റർ കഴിഞ്ഞു. ഇപ്പോൾ കാഞ്ഞങ്ങാടാണ് ഉള്ളത്. കാഞ്ഞങ്ങാട് നിന്ന് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. അപ്പോൾ ഏറ്റവും ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ ഗോകർണയാണ്. ഇന്ന് വൈകുന്നേരത്തിനുള്ളിലായിട്ട് തന്നെ ഗോകർണ എത്തണം. അതാണ് മെയിൻ എയിം. ഇനിയും ഏകദേശം ഗോകർണ എത്താൻ 305 കിലോമീറ്റേഴ്സോളം ഉണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഈ റോഡ് പണിയൊക്കെ നടക്കുന്ന കാരണത്താൽ നല്ല ട്രാഫിക്കും ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഗോകർണ എത്താൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഗോകർണ ഉദ്ദേശിക്കുന്ന സമയത്തിനുള്ളിലായിട്ട് എത്താൻ പറ്റിയിട്ടില്ല എന്നാണെങ്കിലും കുഴപ്പമില്ല. ഏകദേശം ഒരു 4 മണി 5 മണിക്കുള്ളിലായിട്ട് എവിടെയാണോ എത്തുന്നത് അവിടെ സ്റ്റേ ചെയ്യാനാണ് പ്ലാന്. എന്തായാലും ഒരു 300 കിലോമീറ്ററോളം കവർ ചെയ്തേ പറ്റൂ ഇന്ന്. കാരണം അവിടെ നിന്ന് മഹാരാഷ്ട്രയിൽ എൻ്റെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ ഞാൻ ഉദ്ദേശിക്കുന്നത് സത്താറ. അപ്പോൾ ഈ സത്താറയിലോട്ടേക്ക് ഒരുപാട് കിലോമീറ്റർ ഉണ്ട് ദൂരം. എൻ്റെ ഊഹം ശരിയാണെങ്കിൽ ഏകദേശം 700 and something കിലോമീറ്റേഴ്സ് ദൂരമുണ്ട്. അപ്പോൾ ഒരുപാട് കിലോമീറ്റേഴ്സ് വെച്ച് കവർ ചെയ്തിട്ടുണ്ട് എങ്കിൽ പരിപാടി നടക്കുള്ളൂ. അല്ലെങ്കിൽ ദിവസങ്ങൾ വെറുതെ വേസ്റ്റ് ആവും, കണിഞ്ഞു പോവും. ഇത് ആക്ച്വലി എൻ്റെ ഒരു ഡ്രീം റൈഡാണ്. ഞാൻ നിങ്ങളുടെ അടുത്ത് ഓൾറെഡി സൂചിപ്പിച്ചതുപോലെ തന്നെ ഞാൻ 2-3 വർഷമായിട്ട് ഞാൻ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു റൈഡാണ്. ഞാൻ 2023 ഓൾറെഡി മഹാരാഷ്ട്രയിൽ പോയിരുന്നു. 2023 ഞാൻ പോയത് നമ്മുടെ നാശിക്കിൽ ഹരിഹർ ഫോർട്ടിൽ മാത്രമേ ഞാൻ പോയിട്ടുള്ളൂ. എനിക്ക് ആക്ച്വലി ഹരിഹർ ഫോർട്ട് അല്ലാതെയും മറ്റുള്ള സ്പോട്ടുകൾ വിസിറ്റ് ചെയ്യാനുള്ള ടൈം എനിക്ക് ആ സമയത്ത് ഉണ്ടായിരുന്നു.
ആ സമയത്ത് ഉണ്ടായിരുന്നിട്ട് പോലും ഞാൻ ഹരിഹർ ഫോർട്ട് മാത്രമേ ഞാൻ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അത് എനിക്ക് പറ്റിപ്പോയ ഒരു അമളിയാണ്. പിന്നെയാണ് ഞാൻ ഖേദിച്ചത്, എനിക്കൊരു തിരിച്ചറിവ് വന്നത് അതിൻ്റെ ചുറ്റുപാടിൽ തന്നെ വേറെ ഒരുപാട് അടിപൊളി സ്പോട്ട് ഉണ്ട് എന്ന്. അപ്പോൾ അന്ന് ഹരിഹർ ഫോർട്ടിൽ അന്ന് പോയ ആ ഒരു ടൈമിൽ ഞാൻ ഉറപ്പിച്ചൊരു കാര്യമാണ്, ഇനി ഒരിക്കൽ വരുമ്പോൾ എന്നാൽ കഴിവതും മാക്സിമം എക്സ്പ്ലോർ ചെയ്യണമെന്ന്. കാരണം മഴ, കോട, പച്ചപ്പ്, ഹരിതാപം ഇതൊക്കെ എൻ്റെ ഒരു വീക്ക്നെസ്സാണ്. ഇത് കണ്ടാൽ ഞാൻ ആകെ എക്സൈറ്റഡ് ആയിപ്പോവും. വയസ്സ് എത്രയാണെങ്കിലും കുട്ടികളെ കളിയായിരിക്കും ഞാൻ പിന്നെ കളിക്കാൻ. ആ ഒരു വെതറൊക്കെ ഞാൻ കാണുന്ന സമയത്ത് അങ്ങനെ ഞാൻ വർഷങ്ങളായിട്ട് സ്വപ്നം കണ്ട ഒരു കാര്യമാണ് എൻ്റെ ജീവിതത്തിൽ വരാൻ പോകുന്ന ദിവസങ്ങളിൽ എനിക്ക് യാഥാർത്ഥ്യമാക്കി എടുക്കാൻ സാധിക്കുന്നത്. സോ യാത്ര ഇഷ്ടപ്പെടുന്ന വ്യക്തികളാണ് നിങ്ങളെങ്കിൽ, ട്രാവൽ കോണ്ടൻസ് ഇഷ്ടപ്പെടുന്ന വ്യക്തികളാണ് നിങ്ങളെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇതേ നീഷ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഇതൊരു സീരീസാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ അടുത്ത എപ്പിസോഡുകളൊക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ഇൻഷാ അല്ലാഹ്. സോ ഈ ഒരു റൈഡ് ഞാൻ പൂർത്തിയാക്കി കഴിഞ്ഞാലും ഇതായിരിക്കും എൻ്റെ ലോങ്ങസ്റ്റ് സോളോ ബൈക്ക് റൈഡ്. ഞാൻ ഒറ്റയ്ക്ക് വണ്ടി എടുത്തുകൊണ്ട് കുറച്ച് സ്ഥലങ്ങളിലൊക്കെ ഞാൻ പോയിട്ടുണ്ട്. അതായത് ഞാൻ വാൽപ്പാറ പോയിട്ടുണ്ട്, അതിരപ്പള്ളി, മലക്കപ്പാറ വഴി വാൽപ്പാറ ഞാൻ പോയിട്ടുണ്ട്. വാൽപ്പാറ പോയി പൊള്ളാച്ചി, പാലക്കാട്, നിലമ്പൂർ വഴി എൻ്റെ നാട്ടിലോട്ടേക്ക് തിരിച്ചു. അപ്പോൾ അങ്ങനെ ഒരു ട്രിപ്പ് ഞാൻ പോയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ പിന്നെ ചെറിയ റൈഡുകളൊക്കെ പോയിട്ടുള്ളൂ. നാട്ടിനടുത്തുള്ള വയനാട് ചുരം, അതായത് താമരശ്ശേരി ചുരം പോയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ കുറ്റിയാടി ചുരം പോയിട്ടുണ്ട്. ഇതൊക്കെ ഒറ്റയ്ക്ക് ഓടിച്ചിട്ടുണ്ട്. പക്ഷേ ഫുൾ ഓൺ ഗിയറിൽ ടോപ്പ് ബോക്സും കയറ്റി വെച്ച് ഫുൾ റൈഡിങ് ഗിയേഴ്സൊക്കെ ഇട്ടുകൊണ്ട് കേരളത്തിന് പുറത്ത് ഞാൻ പോകുന്നത് ആദ്യമായിട്ടാണ്. അതും കേരള തമിഴ്നാട് അല്ലെങ്കിൽ കേരള കർണാടക ബോർഡർ ഏരിയ അല്ല, കേരളം കഴിഞ്ഞ് കർണാടക കഴിഞ്ഞ് ഗോവയും കഴിഞ്ഞ് മഹാരാഷ്ട്രയിലോട്ടേക്കാണ് ഞാൻ പോകുന്നത്. എനിക്കറിയാവുന്നൊരു കാര്യമാണ്, എനിക്ക് ഓൾറെഡി അറിയാം ഇതെന്തായാലും അത്ര സുഖകരമായിട്ടുള്ള ഒരു റൈഡൊന്നും ആയിരിക്കത്തില്ല എന്ന്. എന്നെ സംബന്ധിച്ച് ഞാനാണെങ്കിൽ എൻജോയ്മെൻറ്റിന് പോകുന്നതുമല്ല, ബേസിക്കലി എൻ്റെ ഒരു ഡ്രീം റൈഡാണ് എങ്കിൽ പോലും ഞാൻ മെയിനായിട്ട് പോകുന്നത്, എൻ്റെ ഇതിലൂടെയുള്ളൊരു മെയിൻ ഗോൾ ടു ഫൈൻഡ് മൈസെൽഫ്, അത്ര തന്നെ. എൻ്റെ പൊട്ടൻഷ്യൽ എനിക്ക് തിരിച്ചറിയാനും ഞാൻ എന്തിനൊക്കെ കേപ്പബിളാണ് എന്ന് എന്നെ തന്നെ അറിയിക്കാനും, പിന്നെ ചെറിയൊരു ക്യാരക്ടർ ഡെവലപ്മെൻറ്റ് ഇതിനൊക്കെ വേണ്ടിയിട്ടും, പിന്നെ എൻ്റെ ഡ്രീം അത് യാഥാർത്ഥ്യമാക്കാനും വേണ്ടിയിട്ടാണ് ഞാൻ മെയിനായിട്ട് ഈ ഒരു ട്രിപ്പിന് പോകുന്നത്. എൻജോയ്മെൻ്റൊക്കെ പിന്നെ ഒരു മെയിൻ ഗോള് എൻജോയ്മെൻ്റ് അല്ല. എന്തായാലും ഈ ഒരു ട്രിപ്പിൽ ഞാൻ എൻജോയ്മെൻ്റ് ഒന്നും എന്തായാലും പ്രതീക്ഷിക്കുന്നില്ല. എൻജോയ്മെൻ്റ് എന്തായാലും ഉണ്ടാകത്തില്ല. ഇടയ്ക്കിടയ്ക്ക് വല്ല പണിയൊക്കെ കിട്ടാനും ചാൻസ് ഉണ്ട്, അതൊക്കെ ഉറപ്പാണ്. കാരണം ഞാൻ എടുത്ത് പോകുന്ന ഹിമാലയൻ 450 ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇടയ്ക്ക് എന്തെങ്കിലും പണിയൊക്കെ കിട്ടുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട്. കിട്ടിയിട്ടില്ലെങ്കിൽ അത്രയും നല്ലത്, കിട്ടുമെന്ന പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഞാൻ പോകുന്നത്. കിട്ടിയിട്ടില്ലെങ്കിൽ അത്രയും നല്ലത്.
ആ ബേക്കൽ ഫോർട്ട് എത്തിയല്ലേ. സോ ആ കടൽ കാണാം, ഇതേ കടൽ. ഇനി എനിക്ക് തോന്നുന്നു കുറച്ച് കിലോമീറ്റേഴ്സ് കോസ്റ്റൽ ഏരിയയിലൂടെ ആയിരിക്കും നമ്മൾ പോകുന്നത്. അല്ലെങ്കിൽ എൻ്റെ ഡെസ്റ്റിനേഷൻ തന്നെ, ഇന്നത്തെ ഡെസ്റ്റിനേഷൻ തന്നെ കോസ്റ്റൽ ഏരിയ ആണല്ലോ, ഗോകർണ. കടൽ. ഈ കടൽ തീര പ്രദേശത്തൊക്കെ, എക്സാക്റ്റ് കടൽ തീരത്തിൻ്റെ ആ ഒരു ഏരിയ ഒക്കെ മഴക്കാലത്ത് പ്രത്യേകിച്ച് ഒരു കോട പോലെ ഉണ്ടാവും. നിങ്ങൾക്ക് മുന്നോട്ട് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. എൻ്റെ ക്യാമറയിൽ എത്രമാത്രം വിസിബിൾ ആണെന്ന് നിങ്ങൾക്കറിയില്ല, നേരിട്ട് കണ്ണിലൂടെ കാണുമ്പോൾ ശരിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. വാവ്. ഈ ബൈപ്പാസ് റൂട്ടിലൂടെ ഒക്കെ പോകുമ്പോൾ വിസിബിലിറ്റി, വൈസറൊക്കെ ഇട്ട് കഴിഞ്ഞാൽ വിസിബിലിറ്റി ഒരു 60% ഒക്കെ കിട്ടുന്നുള്ളൂ. ബാക്കി മുഴുവനും വൈസറിലൊന്നാമത് മഴത്തുള്ളികൾ ഇങ്ങനെ തങ്ങി വെക്കുന്നു, പിന്നെ അതുപോലെ തന്നെ ചെറിയ ചെറിയ കോടയൊക്കെ കാരണത്താൽ പ്രോപ്പറായിട്ട് വിസിബിലിറ്റി ഒന്നും കിട്ടുന്നില്ല. പക്ഷേ ഇത് വിചാരിച്ചിട്ട് വൈസർ തുറന്നിട്ടാലോ, കുഞ്ഞു കുഞ്ഞു ഉൽക്ക വീഴുന്നത് പോലെയാണ് കണ്ണിലോട്ടേക്ക് മഴത്തുള്ളി വീഴുന്നത്. അത്രക്കും ഹാർഡായിട്ടാണ് മുഖത്ത് കൊള്ളുന്ന മഴത്തുള്ളി. റീസെൻറ്റർ ചെയ്തിട്ടില്ലല്ലോ. ഓക്കെ, ബൈക്കിനൊന്നും എൻട്രി ഇല്ല. ഒന്നാമത് മൊബൈൽ ഹോൾഡറിൻ്റെ സ്ക്രീനും നനഞ്ഞിട്ടുള്ള, എൻ്റെ വൈസറും നനഞ്ഞിട്ടുള്ള, അപ്പോൾ അതുകൊണ്ട് മാപ്പ് പ്രോപ്പറായിട്ട് കാണാൻ പറ്റുന്നില്ല. മുമ്പിൽ എന്താണെന്നും മര്യാദയ്ക്ക് ക്ലിയർ ആവുന്നില്ല. നമ്മളൊരു ഇത് വെച്ചങ്ങ് ഓടിക്കൽ തന്നെ. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഫുൾ റൈഡിങ് ഗിയേഴ്സ് വിട്ടിട്ട് ഞാൻ ആദ്യമായിട്ടാണ് ഓടിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ള കേട് എനിക്കുണ്ട്. റൈഡിങ് ഗിയർ മേടിച്ചിട്ട് അതുമായിട്ട് അഡാപ്റ്റ് ആവാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് പ്രാക്ടീസ് ചെയ്യണം എന്നൊക്കെ ഞാൻ റൈഡിങ് ഗിയർ മേടിച്ച ആ ഒരു ഷോപ്പിൽ നിന്ന് അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെയുള്ള സ്റ്റാഫിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതൊന്ന് അഡാപ്റ്റ് ആവാനായിട്ട് നമ്മളൊന്ന് പ്രാക്ടീസ് ചെയ്യണമെന്ന്. പക്ഷേ അഡാപ്റ്റ് ആവാനായിട്ട് ഇത്രയും ബുദ്ധിമുട്ടുണ്ടാവും എന്നുള്ളത് ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഏകദേശം റൈഡിങ് ഗിയർ മേടിച്ച് 1 മാസമായിട്ടും ഞാൻ റൈഡിങ് ഗിയർ ഇട്ടുകൊണ്ട് ഒരു റൈഡിനും ഞാൻ പോയിട്ടില്ല. അത് അവിടെ ഇട്ട് ഏകദേശം ഒരു 1.5 മാസത്തോളമായിട്ട് ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചേക്കുന്ന ട്രിപ്പാണിത്. അപ്പോൾ ട്രിപ്പിൻ്റെ ഏകദേശം ഒരു 2-3 ദിവസത്തിന് മുമ്പായിട്ടൊന്ന് ഇട്ട് നോക്കാം എന്നുള്ളൊരു പ്ലാനായിരുന്നു എനിക്കുണ്ടായിരുന്നത്. അങ്ങനെ ഞാൻ ഈ ഇറങ്ങുന്നതിൻ്റെ ഒരു 2 ദിവസം മുമ്പ് ഞാൻ ഈ റൈഡിങ് ഗിയർ ഇട്ട് ഒന്ന് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ഇറങ്ങുന്നത് രാത്രി. ഞാൻ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് തന്നെ ഞാൻ പ്രതീക്ഷിച്ചതിലും ഭയങ്കര ബുദ്ധിമുട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പ്രോപ്പറായിട്ട് ക്ലച്ച് ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ അതുപോലെ തന്നെ ഫ്രണ്ട് ബ്രേക്കിൻ്റെ ആണെങ്കിലും എനിക്ക് വിരലെനിക്ക് പ്രോപ്പറായിട്ട് വെക്കാൻ പറ്റുന്നില്ല. പിന്നെ റയർ ബ്രേക്ക് എനിക്ക് പ്രോപ്പറായിട്ട് ചവിട്ടാൻ പറ്റുന്നില്ല. കാലം എനിക്ക് മടക്കാൻ പറ്റുന്നില്ല, കാരണം ബൂട്ടുള്ളത് കൊണ്ട് റൈഡിങ് ബൂട്ട് അങ്ങനെ മടങ്ങുന്നില്ല. അപ്പോൾ അതെനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി. പിന്നെ അതുപോലെ തന്നെ ഗിയർ ഷിഫ്റ്റിംഗ് വൻ കോമഡി ആയിരുന്നു. ഗിയർ ഡൗൺ ഷിഫ്റ്റ് ചെയ്യാനാണെങ്കിലും അപ്പ് ഷിഫ്റ്റ് ചെയ്യാനാണെങ്കിലും എൻജിൻ ബ്രേക്കൊക്കെ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഒരു ഗിയർ ബൈക്ക് സാധാരണ ഒരു ബിഗിനർ എങ്ങനെയാണ് ഓടിക്കാൻ അതുപോലെയായിരുന്നു ഞാൻ ഈ റൈഡിങ് ഗ്ലൗവും റൈഡിങ് ബൂട്ടും ഇട്ടുകൊണ്ട് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ഓടിക്കുന്ന സമയത്ത്, ഫസ്റ്റ് ടൈം ഞാൻ പ്രാക്ടീസ് ചെയ്യാനായിട്ട് ഓടിക്കുന്ന സമയത്ത് ഉണ്ടായിരുന്ന എൻ്റെ എക്സ്പീരിയൻസ്. അപ്പോൾ ഞാൻ കരുതി ഇതെൻ്റെ മാത്രം പ്രശ്നമായിരിക്കും, ഇനി എന്നെക്കൊണ്ട് നടക്കത്തില്ലേ, ഞാൻ ഇത്രയും പൈസ കൊടുത്ത് ഇതൊക്കെ മേടിച്ച് അവസാനം ഇതൊക്കെ വേസ്റ്റ് ആയോ
എന്നൊക്കെ കരുതി ഞാനാകെ ഡിസപ്പോയിൻറ്റഡായി, ഞാനാകെ വറീഡായി. അപ്പോൾ ഞാൻ കുറച്ച് ആൾക്കാരുടെ അടുത്തൊക്കെ ചോദിച്ചപ്പോൾ അതുപോലെ തന്നെ ഞാനൊന്ന് റിസർച്ച് ചെയ്ത് നോക്കിയപ്പോൾ ഇതൊക്കെ നോർമലാണ് എന്ന് ഞാൻ കണ്ടു. അതിനു മുമ്പും നോർമലാണ് എന്നെനിക്കറിയാം, ഇങ്ങനെയൊക്കെ എല്ലാവർക്കും ഉണ്ടാവാറുണ്ട് എന്നെനിക്കറിയാം. പക്ഷേ എനിക്ക് കുറച്ചുകൂടെ വേഴ്സാണ് എന്നായിരുന്നു എൻ്റെ ധാരണ. എനിക്ക് തീരെ പറ്റില്ല, എനിക്ക് തീരെ പറ്റാതായി പോവുമോ എന്നൊക്കെയായിരുന്നു എൻ്റെ പേടിയുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരും പോസിറ്റീവായിട്ട് തന്നെ പറഞ്ഞു, ഇത് നോർമലാണ്, എല്ലാവർക്കും ഇങ്ങനെ തന്നെയാണ് എന്ന് തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞാനത് വിശ്വസിച്ചു. അപ്പോൾ ആ സമയത്ത് ഞാൻ മനസ്സിലാക്കിയത്, ഞാൻ ട്രിപ്പിന് പോകാൻ ഇനി 2 ദിവസം കൂടെ ഉള്ളൂ. സോ 2 ദിവസം കൊണ്ട് ഞാൻ എങ്ങനെ അഡാപ്റ്റ് ആവാനാണ്? ഞാൻ ChatGPT ഒക്കെ റെഫർ ചെയ്ത് നോക്കിയപ്പോൾ ChatGPT പറയുന്നത് 1 മാസമൊക്കെ എടുക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ അത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ട്രിപ്പ് വരുന്ന 2 ദിവസത്തിന് ഉള്ളിലാണ്. അപ്പോൾ 1 മാസം എന്നൊക്കെ പറയുകയാണെങ്കിൽ ഞാൻ ഈ റൈഡിങ് ബൂട്ടും അതുപോലെ തന്നെ റൈഡിങ് ഗ്ലൗവും ഇട്ട് ഞാൻ 2 ദിവസത്തിനുള്ളിൽ ഞാൻ അഡാപ്റ്റ് ആവില്ലല്ലോ. അപ്പോൾ ഞാൻ എന്ത് കരുതി, ഇത് ഇടാതെ പോവാമെന്ന് കരുതി. ഈ ബൂട്ടും ഗ്ലൗവും ഇടാതെ സാധാ ഷൂവും പിന്നെ കാലി കയ്യും വെച്ചുകൊണ്ട് പോവാമെന്നായിരുന്നു ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ കഴിഞ്ഞ ദിവസം ഞാൻ ഒന്നുകൂടെ ഒന്ന് ബൂട്ടും ഗ്ലൗവും ഒക്കെ ഇട്ട് ഒന്ന് ഓടിച്ചു നോക്കിയപ്പോൾ സെറ്റായി. എങ്ങനെയെന്ന് വെച്ചാൽ ഞാൻ നൈസായിട്ടൊന്ന് റെഫർ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നല്ലോ സോഷ്യൽ മീഡിയാസിലൊക്കെ, ഇൻസ്റ്റഗ്രാം അതുപോലെ തന്നെ യൂട്യൂബിലൊക്കെ റെഫർ ചെയ്ത് നോക്കിയപ്പോൾ റൈഡിങ് ബൂട്ടും അതുപോലെ തന്നെ റൈഡിങ് ഗ്ലൗവും ബ്രേക്കിങ് ചെയ്യേണ്ട ശരിയായ രീതി ഞാൻ കണ്ടു, മനസ്സിലാക്കി. അങ്ങനെ ഞാൻ ചെയ്തു നോക്കി. എന്താണ് എനിക്ക് കാണാൻ പറ്റിയെന്ന് വെച്ചാൽ, ഈ ബൂട്ടും ഗ്ലൗവും വീട്ടിൽ നിന്ന് നമ്മൾ ഇട്ട് നടക്കുക. അപ്പോൾ നമ്മളതുമായിട്ട് ചെറിയ രീതിയിൽ നമ്മൾ അഡാപ്റ്റ് ആകുന്നു. നമ്മളതുവരെ ഇട്ട് ശീലിക്കാത്തൊരു സാധനമാണ് ഈ ഒരു റൈഡിങ് ബൂട്ടും അതുപോലെ തന്നെ ഗ്ലൗവും. സോ അതുകൊണ്ട് തന്നെ ആ ഒരു ശീലം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇത് നമ്മൾ വീട്ടിൽ ഇട്ട് നടക്കുക. അപ്പോൾ അങ്ങനെ ഒരുപാട് നേരം ഞാൻ ഈ ബൂട്ടും ഗ്ലൗവും ഇട്ടുകൊണ്ട് വീട്ടിൽ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ കഴിഞ്ഞ ദിവസം ഞാൻ ഇതിട്ട് ഓടിച്ച് നോക്കിയപ്പോൾ എനിക്ക് ഫസ്റ്റ് ടൈം എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടായിരുന്നോ അത്രയും ബുദ്ധിമുട്ട് എനിക്ക് കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് ചെറിയൊരു കോൺഫിഡൻസ് കിട്ടി, എന്നെക്കൊണ്ട് പറ്റും, എന്നാൽ പിന്നെ ട്രിപ്പിന് പോകുമ്പോൾ ഈ ഗ്ലൗവും ബൂട്ടും ഇടാതെ ഒന്നും പോകണ്ട, ഇതിട്ടിട്ട് തന്നെ പോവാം എന്ന് കരുതിയിട്ട് ട്രിപ്പിന് ഇറങ്ങിയപ്പോഴേക്കും ഫുള്ളി കംഫർട്ടബിൾ ആയിരുന്നില്ല. ഞാൻ ചെറിയ ഡിസ്കംഫർട്ടൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഏകദേശം 100 കിലോമീറ്റർ ഞാൻ കഴിഞ്ഞു. 100 കിലോമീറ്റർ കഴിയുമ്പോഴേക്കും നല്ല രീതിയിൽ ഇമ്പ്രൂവായി വരുന്നുണ്ട്. എന്നാലും ചെറിയ ഡിസ്കംഫർട്ടൊക്കെ ഉണ്ട്. സെറ്റാവുമെന്ന് വിശ്വസിക്കുന്നു. ഗോകർണ് എത്താൻ ഇനിയുണ്ട് കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ്. എത്ര കിലോമീറ്റർ ഉണ്ട്? 264 കിലോമീറ്റർ. എനിക്ക് ആക്ച്വലി രാത്രിയൊന്നും ഓടിക്കാൻ തീരെ താല്പര്യമില്ല. രാത്രി ഓടിക്കുന്നൊരു ടൈപ്പല്ല ഞാൻ. ലോങ് പോകുമ്പോഴൊന്നും ഞാൻ രാത്രി ഓടിക്കാറില്ല. എൻ്റെ ഒരു മെയിൻ റൈഡ് ചെയ്യുന്ന ടൈം എന്ന് പറയുന്നത് ഒരു ഏർലി ഇൻ ദ മോർണിംഗിൽ ഇറങ്ങി വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേക്കും നിർത്തും. അപ്പോൾ ഈ പ്രസ്തുത ടൈമിനുള്ളിലായിട്ട് തന്നെ ഞാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് എത്തിച്ചേർന്നാൽ മതിയായിരുന്നു. ചെറിയ വിശപ്പുണ്ട്. ഇങ്ങനെയുള്ള ബസ് സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ടൊന്ന് കഴിച്ചാലോ? കഴിക്കാമല്ലേ? അടുത്ത ബസ് സ്റ്റോപ്പ് എത്തട്ടെ. ഇതിന് മുമ്പ് വരെ ഈ ലെഫ്റ്റ് സൈഡിൽ ഒരുപാട് ബസ് സ്റ്റോപ്പുകൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ വിശന്നിട്ട് ഇനി അടുത്ത ബസ് സ്റ്റോപ്പ് കണ്ടു കഴിഞ്ഞാൽ നിർത്തി ഭക്ഷണം കഴിക്കാമെന്ന് തീരുമാനിക്കുമ്പോഴേക്കും പിന്നെ ബസ് സ്റ്റോപ്പ് കാണുന്നില്ല. ഞാൻ വീട്ടിൽ നിന്ന് പുറത്തുനിന്ന് കഴിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് വീട്ടിൽ നിന്ന് തന്നെ പാർസൽ കൊണ്ടുവന്നിട്ടുണ്ട്. ബസ് സ്റ്റോപ്പ് അതാ. വണ്ടി ഇവിടെ തന്നെ വർക്ക് ചെയ്യാടാ. നമ്മളങ്ങനെ കേരള കർണാടക ബോർഡർ ക്രോസ് ചെയ്തു. കർണാടകയിലാണ് നമ്മളിപ്പോൾ നിലവിലുള്ളത്. എനിക്ക് തോന്നുന്നു ഉടുപ്പിയിലാണെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ ഉടുപ്പി പാസ് ചെയ്തിട്ടുണ്ടാവാം. കറക്റ്റായിട്ട് എനിക്കറിയില്ല. റോഡ് നോക്കിയേ, അടിപൊളിയല്ലേ? നടുക്ക് ഈ ഒരു പുല്ലും ചെറിയൊരു ഗാർഡൻ സെറ്റപ്പൊക്കെ ആയിട്ട് കാണാൻ നല്ല രസമുണ്ട്, പ്രത്യേകിച്ച് ഈ ഒരു വെതറിൽ. പിന്നെ സോഫാർ റൈഡിങ് എക്സ്പീരിയൻസിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ, ഞാൻ വീട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോഴേക്ക് തന്നെ ഏറ്റവും ആദ്യത്തെ ഒരു പണി എനിക്ക് കിട്ടി. വീട്ടിൽ നിന്ന് വരുന്ന വഴിക്കുള്ള ഒരു ഓഫ് റോഡിൽ ഞാൻ വണ്ടി എടുത്തുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ പിന്നിൽ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്ന എൻ്റെ ടോപ്പ് ബോക്സ് താഴെ വീണു.
ഞാൻ പ്രോപ്പറായിട്ട് ടോപ്പ് ബോക്സ് ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞു നേരെ ATM പോയി കുറച്ച് ക്യാഷ് എടുത്തു. എന്നിട്ട് നേരെ പെട്രോൾ അടിക്കാൻ പോയി. ഒരു ഫുൾ ടാങ്ക് അടിച്ചു. ഏകദേശം കണ്ണൂരൊക്കെ എത്തുമ്പോഴേക്കന്നെ മഴ തുടങ്ങി. മഴ എന്ന് വെച്ചാൽ ഒരു 1.5 മഴയാണ് പെയ്തത്. പിന്നെ റൈഡിങ് ജാക്കറ്റ് അതുപോലെ തന്നെ അതിൻ്റെ മുകളിൽ റെയിൻ ലൈനേഴ്സൊക്കെ ഉണ്ടായത് കൊണ്ട് വലിയൊരു പ്രശ്നമുള്ളതായിട്ട് തോന്നിയിട്ടില്ല. പക്ഷേ ഗ്ലൗവിൻ്റെ ഉള്ളിലും പിന്നെ അതുപോലെ തന്നെ എൻ്റെ റൈഡിങ് ബൂട്ടിൻ്റെ ഉള്ളിലൊക്കെ വെള്ളം കയറിയിട്ടുണ്ട്. കാസർഗോഡ് നിന്നൊക്കെ വണ്ടി ഓടിക്കുമ്പോൾ നല്ല മഴ തന്നെയായിരുന്നു. പിന്നെ കാസർഗോഡിൽ വെച്ച് ചെറിയൊരു ബസ് സ്റ്റോപ്പിൽ വണ്ടി സൈഡാക്കിയിട്ട് വീട്ടിൽ നിന്ന് ഞാൻ കൊണ്ടുവന്ന ഭക്ഷണം ഏകദേശം ഒരു 11:30 ആകുമ്പോഴേക്ക് കഴിച്ചു. ഒരു പള്ളിയിൽ കയറി പള്ളിയിലെ വാഷ്റൂം യൂസ് ചെയ്തു. അവിടുന്ന് വെള്ളമൊക്കെ നിറച്ചു. ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്. നിലവിലിപ്പോൾ മംഗലാപുരം എത്തിയെന്ന് തോന്നുന്നു. എങ്ങനെയുണ്ട് ഇതുവരെ? നിങ്ങൾക്ക് കണ്ടിട്ട് എന്ത് തോന്നുന്നു? വെതറും അതുപോലെ തന്നെ ഈ ഒരു റോഡ് കണ്ടീഷനും പിന്നെ എൻ്റെ ഈ ഒരു ഫസ്റ്റ് ടൈം വ്ളോഗും എല്ലാം കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. നമ്മുടെ മുന്നിലൂടെ വണ്ടി പാസ് ചെയ്യുമ്പോൾ കണ്ണിലോട്ടേക്ക് വെള്ളം തെറിക്കുക. ടയർ കറങ്ങുന്നതിൻ്റെ എൻ്റെ അമ്മോ, വൈസർ തുറന്നിട്ട് ഓടിക്കാൻ തന്നെ പറ്റുന്നില്ല. ഈ റോഡ് നോക്കിയേ, സെൻറ്ററിൽ ആ ഒരു പുല്ലിൻ്റെ സെറ്റപ്പൊക്കെ ആയിട്ട് നല്ല രസമുണ്ട് കാണാനും. കൊള്ളാം. ആപ്പൊക്കെ ഇങ്ങനെ കൈയൊക്കെ വെച്ചിട്ട് നോക്കേണ്ട അവസ്ഥയാണ്. ഒന്നാമത് വൈസർ ഇട്ടത് കൊണ്ട് തന്നെ പ്രോപ്പറായിട്ടുള്ള വിസിബിലിറ്റി ഇല്ല. മൊബൈൽ ഹോൾഡറിൻ്റെ ഈ ഒരു സ്ക്രീനിൽ നല്ല രീതിയിൽ വെള്ളം നനഞ്ഞിട്ടുമാണുള്ളത്. അപ്പോൾ ഞാൻ കറക്റ്റ് തന്നെയല്ല പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് മാപ്പ് പ്രോപ്പറായിട്ട് വിസിബിൾ അല്ല. കാസർഗോഡ്, അതായത് ആ ഒരു കേരള കർണാടക ബോർഡർ പാസ് ചെയ്യുമ്പോഴേക്കും ഒരൊറ്റ KL വണ്ടി ഞാൻ പിന്നെ കണ്ടിട്ടില്ല. നമ്മുടെ മലയാളികളെ സംബന്ധിച്ച് എവിടെയെങ്കിലും KL വണ്ടി ഉണ്ടാവേണ്ടതാണല്ലോ. എവിടെ പോയാലും മലയാളികളുണ്ടാവുമല്ലോ. അതുകൊണ്ട് KL വണ്ടിയൊക്കെ ഞാനൊന്ന് പ്രതീക്ഷിച്ചു. ഇതാ KL വണ്ടി, ഇതാ KL 14 പറഞ്ഞേ ഉള്ളൂ. അല്ലേ എടുക്കാൻ പറ്റുമോ? അല്ലാണ് മോനെ. ലെറ്റ്സ് ട്രൈ. സ്ലിപ്പാവും, റിസ്ക് എടുക്കാൻ നിൽക്കണ്ട. വിട്ടോ. കയറ്റല്ലേ, ഞാൻ കയറിക്കോട്ടെ. ട്രാഫിക്കിൽ നിന്ന് എസ്കേപ്പായി. ഇനി അടുത്ത ട്രാഫിക് എപ്പോഴാണെന്തോ. കണ്ണിനടിക്കുന്ന മഴ. എനിക്കാണെങ്കിൽ വൈസർ താഴ്ത്തിയിട്ട് ഓടിക്കാൻ ഭയങ്കര ഡിസ്കംഫേർട്ട്. കാരണം വിസിബിലിറ്റി ക്ലിയർ അല്ല. വൈസർ ഓപ്പൺ ആക്കി കഴിഞ്ഞാലാണെങ്കിൽ അതിനേക്കാളും വലിയ പ്രശ്നം. ബ്രോ, റൂട്ട് സ്ട്രെയിറ്റ് അല്ലെങ്കിൽ ഇങ്ങനെ ഗോകർണ സ്ട്രെയിറ്റ് പോയാൽ സ്ട്രെയിറ്റ് ഗോകർണ ഇന്ത റൂട്ടല്ലേ? ഗോകർണ അറിയില്ല. ഇത് ഗ്രീന് കത്തിയാൽ ഇന്ത പക്ക പോവാ അല്ല സ്ട്രെയിറ്റാ പോവാ? സ്ട്രെയിറ്റ് അല്ല. ഓക്കെ. അല്ല, ഞാൻ മഹാരാഷ്ട്ര പോകുന്നത്. അപ്പോൾ ഗോകർണ അവിടെ പോയി സ്റ്റേ ചെയ്തിട്ട് നാളെ മഹാരാഷ്ട്ര. മച്ചാന്
കംപ്ലീറ്റ് കന്നഡ, ചെറിയ രീതിയിൽ മലയാളമൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. മാപ്പിൽ കാണിക്കുന്നത് ഇങ്ങനെ റൗണ്ട് അടിച്ചിട്ട് പോകാനാണ്. മച്ചാൻ പറയുന്നത് സ്ട്രെയിറ്റ് പോകാനാണ്. നോക്കി നോക്കാം. പരിചയമില്ലാത്ത ഓ എൻക്വയറിയാ ഇയാളെടുത്താ വേണ്ട, കുഴപ്പമില്ല. ഇനി ഞാൻ എവിടെയും നിർത്താതെ എടുക്കുകയാണെങ്കിൽ 5:25 ആകുമ്പോഴേക്കാണ് എത്താനും. നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്ന 4:25 ആകുമ്പോഴേക്കും എത്തുമെന്നാണ് മാപ്പിൽ. പക്ഷേ അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ ഞാനൊന്ന് നിർത്തി റെസ്റ്റൊക്കെ എടുത്തിട്ടായിരുന്നു ഞാൻ വണ്ടി ഓടിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സമയം കുറച്ച് ലേറ്റായി. ഇപ്പോൾ 5:25 ഇതിൽ കാണിക്കുന്നത്. ഇനി നമുക്ക് ഗോകർണ എത്താൻ വാവ് അടിപൊളി. 126 കിലോമീറ്ററേ ഉള്ളൂ ഇനി ഗോകർണ എത്താൻ. നമ്മളിപ്പോൾ നിലവിലുള്ളത് ഉടുപ്പിയിലാണ്. ഈ റൂട്ട് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഒട്ടുമിക്ക ആൾക്കാർക്കും പരിചയം ഉണ്ടാവും. നേരിട്ട് ഈ റൂട്ടിലൂടെ പോയിട്ടില്ല എന്നാണെങ്കിലും റീൽസിലൂടെയും അതുപോലെ തന്നെ അങ്ങനെ പല വീഡിയോസിലൂടെയും ഈ റൂട്ടിനെ പരിചയമുള്ള ആൾക്കാരുണ്ടാവും. അത്യാവശ്യം വൈറലായിട്ടുള്ളൊരു റോഡാണ്. ശരിക്ക് ഇതിലൂടെ ഒരു ഡ്രോൺ ഷോട്ടാണ് എടുക്കേണ്ടത്. ഇതിൻ്റെ ഒരു കംപ്ലീറ്റ് ബ്യൂട്ടി ഡ്രോൺ ഷോട്ടിൽ നിന്ന് നമുക്ക് കിട്ടും. ഇങ്ങനെ കാണുമ്പോഴും അടിപൊളിയാണ്. മൈലേജ് എത്ര കിട്ടുന്നുണ്ട് എന്നൊക്കെ നമുക്ക് നോക്കാം, വഴിയെ നമുക്ക് നോക്കാം. ഏതായാലും വൈകുന്നേരം റൂമിലെത്തട്ടെ. അപ്പോൾ മൈലേജ് എത്ര കിട്ടിയെന്നൊക്കെ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. വേണ്ട. അങ്ങ് നല്ല മഴയാണല്ലോ. ദൂരെ കണ്ടാൽ മനസ്സിലാവുന്നുണ്ട്. ഇവിടെ എന്തെങ്കിലും കാണുമോ? കഴിക്കാൻ എന്താ ഉള്ളത്? കഴിക്കാൻ ഫുഡ് ഫുഡ് ആ ബ്രെഡ്, കടല,